മൂന്ന് മുന്നണികളും കളത്തിലിറങ്ങിയതോടെ കൽപ്പറ്റ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടുപിടിച്ചിരിക്കുകയാണ്. എല്ലാ മേഖലയിലും ഓടിയെത്താനുള്ള ശ്രമത്തിലാണ് UDF സ്ഥാനാർത്ഥി ടി സിദ്ദിഖും LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള PK അനിൽകുമാറും. BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയലാണ് കൽപ്പറ്റയിലെ NDA സ്ഥാനാർത്ഥി. വയനാട്ടിലെ ഏക ജനറൽ സീറ്റായ കൽപ്പറ്റയിൽ ചിത്രം തെളിഞ്ഞതോടെ മൂന്ന് സ്ഥാനാർത്ഥികളും ശക്തമായ പ്രചാരണത്തിലാണ്. പരമാവധി ആളുകളെ നേരിട്ട് കാണാൻ ശ്രമിക്കുകയാണ്. കാരണം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് സ്ഥാനാർത്ഥികളുടെ മുന്നിലുള്ളത്. എങ്ങനെയുണ്ട് വോട്ടർമാരുടെ പ്രതികരണം? നല്ല പ്രതികരണമാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് UDF മുന്നോട്ട് പോകുന്നത്. വലിയ വിജയം ഉണ്ടാവും, ആധികാരികമായിട്ടുള്ള വലിയ വിജയം ഉണ്ടാവും. അതിലേക്കുള്ള പ്രയാണം മുന്നോട്ട് പോവുകയാണ്. വികസന അജണ്ട മുമ്പിൽ വെച്ചുകൊണ്ടാണ്. റെയിൽവേ ഭൂപടത്തിലേക്ക് വയനാടിനെ കൊണ്ടുവരും. അതിനുള്ള നടപടികൾക്ക് തുടക്കം കുറിക്കും. കുറഞ്ഞ ഒരു സമയം എന്നുള്ള ഒരു വെല്ലുവിളി ഉണ്ടല്ലോ. ഈ മണ്ഡലം മുഴുവൻ ഓടി എത്താൻ ഞങ്ങൾ വേഗത കൊണ്ട് മറികടക്കും. വളരെ വേഗത്തിലാണല്ലേ? ഞങ്ങൾ വേഗത കൊണ്ട് മറികടക്കും. ഒരു തർക്കമില്ല. കൽപ്പറ്റയിലെ LDF സ്ഥാനാർത്ഥി PK അനിൽകുമാർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മുതൽ തന്നെ പ്രചരണ രംഗത്ത് സജീവമാണ്. അദ്ദേഹം ട്രേഡ് യൂണിയൻ മേഖലയിൽ ഏറെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ തോട്ടം മേഖലയിലായാലും പെരുന്നാൾ ദിനത്തിൽ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുമൊക്കെ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ 2 ദിവസം ആവുന്നു. എങ്ങനെയുണ്ട് ഒരു പ്രതികരണം? നല്ല പ്രതികരണമാണ്. അപ്പോൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം ആദ്യമുള്ള തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. സർക്കാർ ദുരന്തബാധിതർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളും അതൊക്കെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും. അല്ല, സർക്കാർ ഒരു ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഉത്തരവാദിത്വം നിറവേറ്റുക എന്നുള്ളതാണ്. അതിൻ്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മാതൃകയാണ് ടൗൺഷിപ്പ് എന്ന് പറയുന്നത്. അത് പ്രഖ്യാപിക്കുമ്പോൾ ഇത് നടക്കുമോ, എങ്ങനെയായിരിക്കും എന്നുള്ള അവ്യക്തതകളുണ്ടായി. നമുക്കറിയാം, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉത്തരാഖണ്ഡിലുമൊക്കെ ലാൻഡ് സ്ലൈഡിങ്ങും മറ്റു ദുരന്തവും ഉണ്ടായ പിന്നെ നമ്മൾ ചെന്നാൽ കാണാം അവിടെ പ്ലെയിൻ ലാൻഡാണ്. അവിടുത്തെ ആൾക്കാരെല്ലാം ഋഷികേശിലെയും ഹരിദ്വാറിലെയും ഒക്കെ അമ്പലങ്ങളുടെ മുന്നിലോ പിന്നെ അഭയാർത്ഥികളെ പോലെ പോയി. അതല്ലാതെ ഒരു ദുരന്തം നടന്നവരെ അവർ ജീവിച്ചതിൻ്റെ അതേ സ്റ്റാൻഡേർഡിലോ അതിലും കൂടുതലോ നല്ല സാഹചര്യം ഒരുക്കി കൊടുത്തൊരു ഗവൺമെൻറ്റാണ്. അത് ഒരു ഉത്തരവാദിത്വം നിറവേറ്റി അത് ജനങ്ങളോട് ചെയ്യേണ്ട ഒരു ഗവൺമെൻറ്റിൻ്റെ കമ്മിറ്റ്മെൻറ്റ് എന്താണോ അതാണ് കാണിച്ചിട്ടുള്ളത്. BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയലാണ് NDA സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. മറ്റ് 2 മുന്നണികളിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കാരണം ഒരുപാട് കാര്യങ്ങൾ പ്രതിസന്ധികൾ മൂലം വലിയ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന മേഖലയാണ് പ്രത്യേകിച്ച് കൽപ്പറ്റ നിയോജകമണ്ഡലം. കേന്ദ്രത്തിൻ്റെ പല സഹായങ്ങളും കിട്ടിയാൽ തന്നെയാണ് വയനാട് ജില്ലയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റുക, പ്രത്യേകിച്ച് കൽപ്പറ്റ മണ്ഡലമൊക്കെ. അതിനാണ് ആസ്പിരേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. പക്ഷേ ഇവിടുത്തെ ജനപ്രതിനിധികൾ പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ മേഖലയൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്. അപ്പോൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നരേന്ദ്രമോദിജിയും കേന്ദ്ര സർക്കാരും ഒക്കെ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വളരെ വലുതാണ്. ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇവിടെയുള്ള അടിസ്ഥാന വിഭാഗങ്ങളെയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് നന്നായിട്ട് ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കുന്നുണ്ട്. വോട്ടർമാരെന്നുള്ളൊരു പ്രതികരണം എങ്ങനെയുണ്ട്? നല്ല രീതിയിലുള്ള പ്രതികരണമാണ്. കാരണം 2 മുന്നണികളെയും എത്രയോ കാലങ്ങളായി പരീക്ഷിക്കുകയാണ്. എല്ലാവർക്കും ബോധം വെച്ച് തുടങ്ങി, കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. അതിൻ്റെ ഒരു പ്രതിഫലനം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കഴിഞ്ഞ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും മുന്നണികളെ മാറി മാറി വിജയിപ്പിച്ച ചരിത്രമാണ് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിനുള്ളത്. ഇത്തവണയും കൽപ്പറ്റയിലെ മത്സരം കടുപ്പമേറിയതാണ്. മനോജ് പയ്യന്നൂരിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.